ബഹുമാനപ്പെട്ട ശ്രീ കുറുക്കോളി മൊയ്തീൻ, ഇങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. ഒരു ആണ്ടർതി പോലെ ഇങ്ങനെ പാസ്സാക്കിയിട്ട് എന്താണ് കാര്യം സർ? ഈ രാവിലെ റൂമിൽ വന്നപ്പോൾ കിട്ടിയതാണ് ഈ ഒരു തടിച്ച പുസ്തകം. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. ഇത് മന്ത്രിയെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ഷീരസാന്ത്വനം, ഗോസമൃദ്ധി എന്ന് കന്നുകാലി ഇൻഷുറൻസ് സ്കീമുകൾ വിപുലപ്പെടുത്തും. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകി വരുന്ന കന്നുകാലികൾ ചത്തുപോയതിൻ്റെയും കറവ ശുഷ്കമായതിൻ്റെയും ഫലമായി കടക്കെണിയിലാവുകയും ജപ്തി നടപടികൾ അഭിമുഖീകരിക്കുകയും ചെയ്ത കൃഷിക്കാരുണ്ട്. അവരെ സഹായിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കും. ഇനി എന്നാണ് തയ്യാറാക്കുക? 3 വർഷം കഴിഞ്ഞ് സർ. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടോ ഇല്ലേ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തടിച്ച പുസ്തകം സർ. ഈ മേഖലയെ നാം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കന്നുകാലി സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ആണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഏകദേശം 25% പാലും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 8 കോടിയോളം കർഷകരാണ് ഈ മേഖലയിൽ നമ്മുടെ രാജ്യത്തുള്ളത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മിക്ക വീടുകളിലും 90% വീടുകളിലധികം എന്തെങ്കിലും ഒരു കന്നുകാലി ഉണ്ടായിരുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരാടെങ്കിലും. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? എത്ര വീടുകളിലുണ്ട്? എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പിന്തിരിഞ്ഞു പോയി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ കന്നുകാലി സെൻസസ് അനുസരിച്ച് 30% കുറവാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 30%. അതിന് മുമ്പുള്ളതിനേക്കാൾ 30% കുറവുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർഷകരുടെ വരുമാനം ഉറപ്പുവരുത്തുകയും അവർക്കൊരു സുസ്ഥിരമായ അതിനുവേണ്ട പദ്ധതികൾ തയ്യാറാക്കുമാണ് വേണ്ടത്. ഇങ്ങനെ ഇടയ്ക്കെന്തെങ്കിലും പ്രഖ്യാപിച്ച് നുറുങ്ങുകൾ കൊടുക്കുകയല്ല, അവർ സ്ഥിരമായി ഈ മേഖലയിൽ നിൽക്കാനുള്ള ഉതകുന്ന സംവിധാനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കന്നുകാലി വളർത്തുന്ന കർഷകരുടെ വീട്ടിൽ കർഷക ആത്മഹത്യകൾ നടക്കുന്നില്ല എന്ന ഒരു പഠന റിപ്പോർട്ടുണ്ട്. ഹൈദരാബാദിലെ മാനേജിൻ്റേതാണ് ആ പഠന റിപ്പോർട്ട്. ഇത് വളരെ പ്രാധാന്യമായി നമ്മൾ കാണേണ്ടതാണ്. നാം ജനങ്ങളിൽ പ്രതീക്ഷ ഉളവാക്കുന്ന രീതിയിൽ, അവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ, അവർക്ക് ജീവിക്കാൻ ഉള്ള പദ്ധതികൾ തയ്യാറാക്കി ഈ മേഖലയെ സമ്പുഷ്ടപ്പെടുത്തിയാൽ ഏറെ നേട്ടങ്ങളുണ്ട് എന്ന സൂചനയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ വിവിധ രോഗങ്ങൾ മൃഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്ഷീരമേഖലയിൽ ഉണ്ടായിട്ടുള്ള തളർച്ച ചെറുതല്ല. രക്തപരാത രോഗങ്ങളാൽ തൈലേറിയ, അനാപ്ലസ്മ, കൂടാതെ കുളമ്പ് രോഗങ്ങൾ, ഇവകൾ കൊണ്ട് ക്ഷീരമേഖലയിൽ ഉണ്ടായിട്ടുള്ള തളർച്ച ചെറുതാണോ സർ? ഇവിടെ സംസ്ഥാനത്ത് 2 വർഷം മുമ്പ് പുറപ്പെട്ട പന്നിപ്പനി ഇന്നും ഈ മേഖലയിൽ ഭീതി വിതച്ച് തുടരുകയാണ്. ഈ മേഖലയിൽ ഉള്ള ഈ ആശങ്ക അകറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നും ഇതിൻ്റെ വൈറസ് രോഗങ്ങൾ ഫാമുകളിൽ ഉണ്ടെന്ന് കർഷകർ പറയുന്നു. അതിർത്തി കടന്നു വരുന്ന പന്നികൾ, അതിൻ്റെ വരവിനെ നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി നിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു നിർബാധം എന്നുള്ളതാണ് വസ്തുത. സാധാരണക്കാരായ കർഷകരുടെ അവസ്ഥയാണ് സർ അതിദയനീയമായിട്ടുള്ളത്. ഉയർന്ന പരിപാലന ചെലവ്, പാലിൻ്റെ വിലയോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ. കഴിഞ്ഞ വർഷം 56 രൂപയായി പാലിൻ്റെ വില കൂട്ടി, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ കർഷകന് കിട്ടുന്നത് 34 രൂപക്കും 45 രൂപക്കും ഇടയിൽ മാത്രമാണ്. നമുക്ക് പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ഇത് നമ്മുടെ മാളുകളിൽ പോയാൽ വിദേശ പാലുൽപ്പന്നങ്ങൾ അടക്കം നിർലോഭം നമുക്ക് കിട്ടും. നമ്മുടെ കുട്ടികൾക്ക് പോലും വിദേശ ഐസ്ക്രീമുകളാണ്, പാലുൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ട് ഐസ്ക്രീമുകളാണ് അവർക്ക് ഇഷ്ടം. ഇത് സുലഭമാണിന്ന്. കർഷകർക്ക് നൽകി വരുന്ന ഇൻസെൻറ്റീവ്, ഈ മേഖലയിൽ കർഷകരെ പിടിച്ചു നിർത്താൻ നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്ന് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. 4% ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1% സർക്കാരും 3% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. സർ, നവജാത ശിശുക്കൾക്ക് തേൻ പുരട്ടി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങളൊക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടല്ലേ? എന്ന മാതിരിയല്ലേ സർക്കാരിൻ്റെ ഈ പദ്ധതി? 1 മാസത്തിൽ പണ്ടെന്നോ കർഷകനൊരു ദിവസം ഒന്ന് നാവിൽ പുരട്ടി കൊടുത്തു. പിന്നെ നിങ്ങൾ കൊടുത്തിട്ടില്ല.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ 4% കൊടുക്കാൻ സന്നദ്ധമാണ് കേരളത്തിൽ. എന്നാൽ അവർക്ക് അതിന് നിങ്ങൾ അനുമതിയും കൊടുക്കുന്നില്ല. 3% പാടുള്ളൂ എന്നാണ് പറയുന്നത്. മലപ്പുറത്തടക്കം ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ മേധാവികളുമായി ഭാരവാഹികളുമായി ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് സമ്മതം കൊടുക്കാത്തത് കൊണ്ട് അവർക്കത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ക്ഷീര കർഷകന് മാത്രം ഇന്ന് ഇൻഷുറൻസ് ഉള്ളൂ, നമ്മളെ മൃഗസമ്പത്തിനില്ല. നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീര സാന്ത്വനം പരിപാടി ഇപ്പം നിലച്ചിട്ടുണ്ട്, മന്ത്രിക്കറിയാലോ. അപ്പോൾ പുനഃസ്ഥാപിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. 5 മൃഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് വേണം എന്ന് ഒരു നിയമമുണ്ട്. അത് ഒന്ന് ലഘൂകരിക്കാൻ തയ്യാറാവും. ഒരു 20-25 മൃഗങ്ങൾ വരേക്കെങ്കിലും ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഈ മേഖലയെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കന്നുകാലി കുട്ടികൾക്കുള്ള തീറ്റ ഇത് കഴിഞ്ഞ വർഷം മുടങ്ങി. ഈ പ്രാവശ്യം ഏപ്രിലാണ് കൊടുക്കേണ്ടത്. ഇതുവരെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിൽ തിരൂരിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു വെറ്റിനറി സർജനെ നിയമിക്കാനുള്ള താല്പര്യം കൂടി മിനിസ്റ്റർ കാണിക്കണം. ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയങ്കനായ സുഹൃത്ത് CPM-ന്റെ നമ്മുടെ പ്രിയങ്കനായ CK രവീന്ദ്രൻ അവർ ഇവിടെ പറയുകയുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇതിൽ ഞങ്ങളോട് അഹങ്കരിക്കേണ്ടെന്ന് വീണ്ടും പറയുന്നത് പലരും പറഞ്ഞതാണ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിലം പാകപ്പെടുത്തി ഞങ്ങൾ കൊയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ഉണ്ടായതെന്നുള്ളത് നിങ്ങളെ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ മാത്രം ഒന്ന് വായിച്ചാൽ പോരെ? ഇതൊക്കെ വായിക്കുന്നവരല്ലേ ഞങ്ങളും. സർ, ഒരു കഥയുണ്ട്. ഒരു കുടുംബത്തിലെ മക്കൾ ആടിനെ വെക്കാൻ പോയ ഒരു കഥയുണ്ട് സർ. ആടിനെ വെക്കാൻ പോയി. അപ്പോൾ ആ കുടുംബത്തിൽ പിതാവിന് ചെറിയ ഒരു മകനോട് വലിയ താല്പര്യമായിരുന്നു. ഇതിൽ അസൂയ കൊണ്ട മൂത്ത മകൻ യഹൂദ എന്ന് പറയുന്ന മകൻ ആ കുഞ്ഞിനെ അവരെല്ലാവരും കൂടി ഒരു പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു. പിതാവ് വളരെ വിഷമപ്പെട്ടു. വഴിയാത്രക്കാർ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കോരിയപ്പോൾ ബക്കറ്റിൽ ഈ കുഞ്ഞി കൊത്തിപ്പിടിച്ച് കയറി. ആ കുഞ്ഞിനെ ചന്തയിൽ കൊണ്ടുപോയിട്ടു സർ. ആ ചന്തം കണ്ട് കുട്ടിയെ അവിടുന്ന് വിലക്ക് വാങ്ങി വർദ്ധിച്ച വിലക്ക് അത് കൊണ്ടുപോയി വളർത്തി. അതിന് ഈജിപ്തിലെ കൊട്ടാരത്തിലാണ് അത് വളർന്നത്. പിന്നീട് ആ കുഞ്ഞ് അവിടുത്തെ രാജാവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സർ, വറുതി വന്നു നാട്ടിൽ. ഇവിടെ അല്ല, ഇപ്പോഴത്തെ മാതിരിയല്ല, മുമ്പ് ഇതിനേക്കാൾ കടുപ്പം. അയൽ പ്രദേശത്തു നിന്നുള്ളൊക്കെ ആളുകൾക്ക് അന്നാണ് ലോകത്താദ്യമായി റേഷൻ സംവിധാനം ആരംഭിക്കുന്നത്. നമ്മുടെ റേഷൻ സിവിൽ സർവീസ് മന്ത്രിയുണ്ട്. ഇവിടുത്തെ റേഷൻ പോലൊന്നുമല്ല, വളരെ ശാസ്ത്രീയമായി നടത്തി സർ. എങ്ങനെയായിരുന്നാലും ആ റേഷൻ വാങ്ങാൻ വേണ്ടി പരിസരത്തു നിന്നുള്ള ആളുകളൊക്കെ വന്നു. ആ കൂട്ടത്തിൽ യഹൂദയും പോയിരുന്നു. അങ്ങനെ യഹൂദയും അരി വാങ്ങി, സാധനങ്ങൾ, ധാന്യങ്ങളൊക്കെ വാങ്ങി പോന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ കിണറ്റിലെ കുട്ടിയാണ് ഈ രാജാവ് എന്ന്. ഇതുപോലെയല്ലേ സർ CPM-ന്റെ സ്ഥിതി? കോൺഗ്രസിനെ അല്ലേ നിങ്ങൾ പൊട്ടക്കണ്ണിലിടാൻ ശ്രമിച്ചില്ലേ മുമ്പ്? നിങ്ങൾ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, BJP ജയിച്ചാലും വേണ്ടില്ല, ഇടതുപക്ഷം തോറ്റാൽ മതി എന്നായിരുന്നു കോൺഗ്രസിന്റെ നയം, UDF-ന്റെയും നയം എന്നിവിടെ പറയുകയുണ്ടായി. 1959 VP സിംഗ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ EMS ലേഖനം എഴുതി കോൺഗ്രസ് പിരിച്ചു. പിറ്റേ ദിവസം ഇതൊന്താണ് പൂർത്തിയാക്കുക? പിറ്റേ ദിവസത്തെ ലേഖനം മുസ്ലിം ലീഗ് പിരിച്ചുവിടണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 91 ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ EMS-ന്റെ തന്നെ ലേഖനം UDF പിരിച്ചുവിടണം. പക്ഷെ അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞു ലീഗ് പിരിച്ചുവിടണ്ടാം. കാരണം മലപ്പുറത്ത് ഞങ്ങൾ നേടി, ബാക്കിയൊക്കെ 13 നിങ്ങൾ നേടിയതായിരുന്നു. പക്ഷെ ഇന്ന് ആ കുഴിച്ചുമുടാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ മിണ്ടാലെ ബഹുമാനിലെ മുഖ്യമന്ത്രി അടക്കം പറയുകയുണ്ടായി, ഞങ്ങളെ മുന്നണിയിൽ സഹകരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നേട്ടമുണ്ടായിരുന്നു എന്ന്. യഹൂദ ആ രാജാവിന് മുമ്പിൽ കൈകുത്തിയതുപോലെയാണ് CPM ഇന്ന് കോൺഗ്രസിന് മുമ്പിൽ. രാജാവിന്റെ പേര് യൂസഫ് നബി എന്നായിരുന്നു. യൂസഫ് നബിയുടെ ചരിത്രമാണിത്. ഇതിന് തതുല്യമാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച യഹൂദയുടെ സ്ഥാനത്താണ് CPM ഇപ്പോൾ ഉള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ഇതിനെ എതിർക്കുന്നു.